മിഷണറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം സിബിഐക്ക് കൈമാറുന്ന വിജ്ഞാപനം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചത് കഴിഞ്ഞ ആഴ്ച എന്ന വസ്തുത സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയാകും. കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിനെ അറിയിച്ചത്. എന്നിട്ടും വൈകലുണ്ടായത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. SFI പ്രവർത്തകർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കഴിഞ്ഞ 9-ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്ന് രാത്രി തന്നെ വിജ്ഞാപനവും ഇറങ്ങി. എന്നാൽ CBIക്ക് കൈമാറിയിട്ടില്ല. അതിനിടെ സംസ്ഥാനത്തിന്റെ കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. CPM ബന്ധമുള്ള ഇടുക്കി പ്ലാന്ററുടെ മകൻ ഇനിയും കേസിൽ പ്രതിയായിട്ടില്ല. ഇതിനൊപ്പം സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് വകുപ്പിലെ ജോലിക്കാരിയുമാണ്. ഇതെല്ലാമാണ് ഉത്തരവ് CBIക്ക് കൈമാറാൻ വൈകിയത് എന്ന വാദവും വിവാദത്തിലാവുകയാണ്. കേസിൽ ചിലരെ സംരക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ അടക്കം ജയപ്രകാശ് നേരിൽ കണ്ടത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേസ് CBIക്ക് വിട്ടത്. എന്നാൽ ചില പ്രതികളെ സംരക്ഷിക്കുന്നതായി കുടുംബത്തിന് ആക്ഷേപമുണ്ട്. തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടുവെന്നും അതാണ് കേസ് കേന്ദ്രത്തിന് അയക്കാൻ വൈകിയതെന്നും കുടുംബം പറയുന്നു. സംസ്ഥാന സർക്കാർ അയച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ CBIക്ക് കൈമാറിയെന്നാണ് വിവരം. പരിശോധനയ്ക്ക് ശേഷം കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള മറുപടി കേന്ദ്ര സർക്കാരിനെ CBI അറിയിക്കും. അത് കഴിഞ്ഞ ശേഷമാകും കേന്ദ്രം വിജ്ഞാപനം ഇറക്കുക. കേസ് ഏറ്റെടുക്കാനാണ് സാധ്യതയെന്നാണ് CBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർ പ്രാഥമിക അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് കേന്ദ്ര ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. CBIക്ക് ഉത്തരവ് കിട്ടിയില്ലെന്ന് കുടുംബം കഴിഞ്ഞയാഴ്ച തന്നെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷമാണ് ഉത്തരവ് കൈമാറിയതെന്നും സൂചനയുണ്ട്. ഏതായാലും കത്ത് കൈമാറാൻ വൈകിയതിനെ ആഭ്യന്തര സെക്രട്ടറി ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ അനുമതിയുണ്ടെങ്കിലേ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കഴിയൂ എന്നതാണ് വസ്തുത.